പ്രൈസിലോട് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം 46-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവനെ ഏറ്റെടുത്ത തുണയായിരിക്കുന്നു. ആമേൻ. ഇവിടെ പറയുകയാണ്, ദൈവം നമ്മുടെ സംഗീതവും ബലവും ആകുന്നു. അല്ലെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തിരിക്കുന്ന തുണ, നമ്മുടെ സങ്കേതം, ബലം എന്ന് പറയുന്നത് കർത്താവാണ്. സങ്കീർത്തനക്കാരനായ ഹല്ലേലൂയ, ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണെന്നാണ് ഇവിടെ ഹല്ലേലൂയ പറയുന്നത്. അവർ പറയുകയാണ്, ഞങ്ങളുടെ സങ്കേതമാണ്, ഞങ്ങളുടെ ബലമാണ്, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നത് ദൈവമാണ് എന്ന്. ഞങ്ങളുടെ കഷ്ടങ്ങളുടെ സമയങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങളുടെ അരികത്ത് ഞങ്ങളുടെ ബന്ധുക്കളുണ്ടെന്നോ ചാർച്ചക്കാരുണ്ടെന്നോ പ്രിയപ്പെട്ടവരുണ്ടെന്നല്ല കോരകപുത്രന്മാർ തിരുവചനത്തിലൂടെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നത്, ഞങ്ങളുടെ ഏത് പ്രതികൂല നടുവിലും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്നത് ആമേൻ ഹല്ലേലൂയ കർത്താവിന് മാത്രമാണ്. ഞങ്ങളുടെ തുണയാണ് ഹല്ലേലൂയ ദൈവമെന്നാണ് ഇവിടെ കോരകപുത്രന്മാർ പറയുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ സങ്കേതം എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലേക്ക് ലേവ്യ പുസ്തകം കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ സങ്കേതമായിരിക്കുന്നതിനെ കുറിച്ച്, ഒരു സങ്കേത നഗരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വിധിച്ച് നൽകുമ്പോൾ ആമീൻ ഹല്ലേലൂയ സങ്കേത നഗരം, അതായത് ഒരു കൊലപാതകി അല്ല ഒരു വ്യക്തി കൊല ചെയ്തു, ചിലപ്പം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ താൻ കൊല ചെയ്തു. എന്നാൽ ഹല്ലേലൂയ ഈ കൊല ചെയ്ത ഈ വ്യക്തി മനഃപൂർവ്വമായോ അല്ലയോ കൊല ചെയ്താൽ അമ്മയിൽ ഓടിച്ചെന്ന് തനിക്ക് അഭയം പ്രാപിപ്പാന് ഒരു സങ്കേത നഗരമുണ്ട്. ആ വ്യക്തി അതിനകത്ത് തനിക്ക് അഭയത്തിന് വേണ്ടി ആ സങ്കേത നഗരത്തിലേക്ക് ഓടിക്കയറുമ്പോൾ പിന്നെ ആ സങ്കേത നഗരത്തിൽ പ്രവേശിച്ച ആരെയും കൊല്ലുവാൻ അമീൽ ഹല്ലേലൂയ ഇതിനെ ഈ വ്യക്തികളുടെ ബന്ധുക്കൾക്കോ ആർക്കും സാധ്യമല്ല. കാരണം സങ്കേത നഗരത്തിൽ പോയി ഒരാൾ അഭയം പ്രാപിച്ചാൽ അവനെ കൊല്ലുവാൻ എന്ത് ചെയ്തില്ല, സാധ്യമല്ല. അതുകൊണ്ട് പഴയ നിയമ വ്യക്തികൾ അവർക്ക് അറിയാം, ഈ സങ്കേത നഗരത്തിൽ ചെന്നാൽ എനിക്കൊരു അഭയം അവിടെ ഉണ്ടാവും, അതിനകത്തു നിന്ന് എന്ത് ചെയ്യുക, ആരും പുറത്ത് വരത്തില്ല. കാരണം അത് കാരാഗ്രഹ തടവ് പോലെയാണെങ്കിലും അതിനകത്ത് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ എന്ത് ചെയ്യുക, ജീവിക്കാൻ കഴിയും. എന്നാൽ ഈ സങ്കേത നഗരത്തിൽ ഹല്ലേലൂയ അഭയം പ്രാപിച്ച ശേഷം എന്ത് ചെയ്യുക, അവരവിടെ തന്നെ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ പുറത്ത് വരുവാൻ കഴിയില്ല. എന്നാൽ എന്ത് ചെയ്യുക, പുരോഹിതൻ മരിച്ച ശേഷം എന്ത് ചെയ്യുക, ആ സങ്കേതത്തിൽ അഭയം പ്രാപിച്ച വ്യക്തി ആരാണോ ആ പുരോഹിതന് ആ വ്യക്തിയെ സ്വീകരിച്ചത്, ആ പുരോഹിതന്റെ മരണത്തോടെ അവന് സ്വാതന്ത്ര്യവും കുറ്റവിമുക്തനുമാകും. പിന്നെ അവനോട് ആരും പകരം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ സങ്കേത നഗരത്തിൽ എന്ന് പറയുന്നത്, സങ്കേതം എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിലൂടെ മാനവരക്ഷയുടെ നിഴലിനെയാണ്. പഴയ നിയമത്തിലെ സങ്കേതം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ നമ്മുടെ കഷ്ടങ്ങളില് ഏറ്റവും തുണയായിരിക്കുന്നത് ദൈവമാണ്. നമുക്ക് ഈ ഭൂമിയിലാണെങ്കിൽ ഒരു സങ്കേതം ആവശ്യമാണ്. നമുക്ക് ഓടിച്ചെന്ന് നമ്മുടെ വിഷമങ്ങൾ പറയുവാൻ, നമ്മുടെ വേദനകൾ പറയുവാൻ, നമുക്ക് ഒരു ആശ്വാസം ലഭിപ്പാൻ എന്ത് ചെയ്യണം, നമുക്ക് ഒരു സങ്കേതം ആവശ്യമാണ്. നാം വീഴുവാൻ പോകുമ്പോൾ നമുക്ക് പറയാം, കഷ്ടങ്ങളുടെ നടുവില് നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കഠിനമായ ഭാരങ്ങൾ, വിഷാദങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് പുറമേ ഉള്ളവരെ ആശ്രയിക്കുന്ന ഒരു പക്ഷേ അവരെ ചാരുവാൻ നമുക്കൊരു പക്ഷെ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ചാരുവാൻ നമ്മൾ ചാരുന്ന മതില് അല്ലെങ്കിൽ ആടി കുലുങ്ങുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അതിലേക്ക് ചാരുവാൻ കഴിയത്തില്ല. മാനുഷികമായാണ് നാം ചാരുന്നതെങ്കിൽ, ഈ ലോകപരമായിട്ടുള്ളതാണ് നാം ചാരുന്നതെങ്കിൽ അതെന്ത് ചെയ്യുക, ഹല്ലേലൂയ കുറെ നേരം കഴിയുമ്പോൾ ആ മതിലുകൾ എന്ത് ചെയ്യാം, മാറിപ്പോകും. അതായത് അത് സ്ഥിരമായി ഉറച്ചു നിൽക്കുന്നതല്ല. എന്നാൽ ദൈവത്തിലാണ് നമ്മുടെ ബലം ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ ദൈവം തന്നെയാണ് എന്ത് ചെയ്യുക, ബലമായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. നമുക്ക് ആശ്രയിക്കുവാൻ, നമുക്ക് ചാരുവാനും പറ്റുന്ന ഇടം ദൈവമാണ്.
ഇവിടെ പറയുകയാണ് കഷ്ടങ്ങളിൽ ഏറ്റവും തുണയായിരിക്കുന്നതും ദൈവമാണ്. അല്ലെങ്കിൽ നമുക്ക് കഷ്ടം വരുന്നതിന് മുമ്പേ, നമുക്ക് പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മുടെ ആശ്രയം മറ്റവരെ നാം നിൽക്കുമെന്നും ഒക്കെ അറിയുന്നത് നമ്മുടെ മനസ്സിന്റെ സകല വിചാരങ്ങളെയും വികാരങ്ങളെയും അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾ ഹല്ലേലൂയ ഈ ഭൂമി വരുന്നതിനും, അതായത് നമ്മുടെ ജീവിതത്തിൽ വന്ന ശേഷം മാത്രമേ പുറത്തേക്ക് അത് അറിയുകയുള്ളെങ്കിലും നാം കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പേ അതറിയുവാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ അറിയാം, ദൈവം സങ്കേതവും ബലവുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും, എന്തൊക്കെ സംഭവിച്ചാലും എന്ത് ചെയ്യാ, ഭയപ്പെടുകയില്ല, അവൻ ഉറച്ചു നിൽക്കും. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ പ്രത്യേകത. ദൈവത്തിൽ ആശ്രയിക്കാൻ കുലുങ്ങിപ്പോകത്തില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ ആടി ഉലയത്തില്ല. മുമ്പേ അവനെ ചുറ്റി വരിയുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ദൈവം ആശ്രയമായിരിക്കുന്നവൻ സകലത്തെയും വിവേചിക്കുവാൻ കഴിയും. പ്രശ്നങ്ങളിൽ അവൻ വീണു പോകത്തില്ലെന്ന് എന്ത് ചെയ്യാം, അവന് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, നിങ്ങൾ കർത്താവിൽ എന്ത് ചെയ്യാം, ആശ്രയിക്കണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം തന്നെ, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. അഭയസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു അഭയസ്ഥാനത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഭയസ്ഥാനമായിട്ടുള്ളത് ഹല്ലേലൂയ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കണം, സർവശക്തന്റെ കീഴിൽ പാർക്കണമെന്ന്. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഭയസ്ഥാനമാണ്, നിങ്ങൾക്കൊരു സങ്കേതമാണ്. സർവശക്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള കാറ്റുകളോ കോളുകളോ മഴകളോ വെയിലോ എന്ത് വന്നാൽ എന്ത് ചെയ്യാം, ആ മറവ് നിങ്ങളെ എന്ത് ചെയ്യുക, അതിന്റെ മറവിൽ നിങ്ങളെ മറഞ്ഞുകൊള്ളും. ആ നിഴൽ, ആ സർവശക്തിന്റെ കരങ്ങളുടെ കീഴിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ മറ്റുള്ള യാതൊന്നിനും നിങ്ങളെ എന്ത് ചെയ്യുക, തൊടുവാൻ കഴിയത്തില്ല. ഒന്നും നിങ്ങളെ എന്ത് ചെയ്യുക, വേദനപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്ന് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കഷ്ടങ്ങളുടെ നമുക്കറിയാം, കോരഹപുത്രന്മാർ അല്ലെങ്കിൽ കോരഹ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധി പാപം ചെയ്താണ്. ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കോരഹ ദൈവത്തിനെതിരായി മത്സരിക്കുകയും ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളയുകയും ചെയ്തു. അതേ പിതാവിന്റെ തലമുറകളാണ് കോരഹപുത്രന്മാർ. പക്ഷേ പിതാവ് ചെയ്ത പാപങ്ങളെ ദൈവം എന്ത് ചെയ്യില്ല, ഓർത്തില്ല. പകരം എന്ത് ചെയ്തു, അവർക്ക് അഭയമായി, അവർക്ക് ബലമായി, തക്ക തുണയായി, അവരുടെ ജീവിതത്തിൽ ആവശ്യങ്ങളിൽ ആശ്രയമായി ദൈവം കൂടെയിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ കോരഹപുത്രന്മാർ ഇവിടെ പറയുന്നത്, ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഞങ്ങളുടെ ബലമാണ്.